അപ്പം ഇന്ന് കേരളത്തിൽ കേട്ട തമാശ എന്ത്? അതായത് സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ട് 10-15 ദിവസം കണ്ടായി. ആദ്യത്തെ ടെസ്റ്റായിരുന്നു ഈ സംഭവം. ഫെഡറൽ ഏജൻസിയുടെ ചില ഉദ്യോഗസ്ഥർ വരുന്നു. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, കേരള പോലീസിനെയും ആഭ്യന്തര സെക്രട്ടറിയും ഒന്നും അറിയിച്ചില്ല. അയാൾ എന്തും മൊണ്ണത്തരമായി പറയുന്നത്. എങ്ങനെയാണ് കേരള പോലീസിനെ കേരളത്തിന്റെ ഹോം സെക്രട്ടറി അറിയിക്കാൻ കഴിയുന്നത്? കാരണം അതിൻ്റെ മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അയാളുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ പോകുന്നത്. ആ പ്രശ്നം മാറിയില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും സെൻട്രൽ ഏജൻസി, സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സുമായിട്ട് റെയ്ഡിന് പോയി. പലയിടത്തും ഏകദേശം 13-14 സ്ഥലത്ത് റെയ്ഡ് നടന്നു. എന്ത് കിട്ടിയില്ല ഒക്കെ രണ്ടാമത്തെ കാര്യം. അതൊക്കെ ഫർദർ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് റെയ്ഡ് നടക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. അതിൽ അസ്വാഭാവികത ഒന്നുമില്ല. പക്ഷെ അത് റെയ്ഡ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥരെ, കാരണം അവരെന്തുവാ, അവരോട് ജോലിയാ ചെയ്യുന്നത്. എന്നിട്ട് രമേശ് ചെന്നിത്തലയുടെ പോലീസിനും സതീശൻ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനും കൃത്യമായിട്ട് സമയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് അവിടുത്തെ ആൾക്കാർ കൂടുന്നു, പാർട്ടിക്കാർ കൂടുന്നു, ഗുണ്ടകൾ കൂടുന്നു, പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അകത്ത് കയറാൻ ശ്രമിക്കുന്നു, അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് പോലീസ് ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്തില്ല? ആരുടെയാണ് ഫെയിലിയർ? സതീശൻ ഗവൺമെന്റിന് രമേശ് ചെന്നിത്തല ഫസ്റ്റ് ടെസ്റ്റ് കംപ്ലീറ്റ് ഫെയിലിയർ ആയിപ്പോയി. ഒരു ഗുണ്ടായിസം കാണിക്കുകയാണ് ഗുണ്ടകൾ. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് ഈ പറയുന്ന CPM-ൻ്റെ നേതാക്കൾ, മിസ്റ്റർ MLA ജോയ്, അതേപോലെ കടകംപള്ളി സുരേന്ദ്രൻ, ഈ നേതാക്കന്മാർ അവരവിടെ വരുന്നു. അതിനുശേഷം ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരോട് പറയുകയാണ് അവർ മാറിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ ഈ ED ഉദ്യോഗസ്ഥർ വരും, അവരെ അറ്റാക്ക് ചെയ്യുക, കാർ അറ്റാക്ക് ചെയ്യുക. ഇവർ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇവിടെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിലെ ഹോം മിനിസ്റ്റർ മനസ്സിലാക്കേണ്ടത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ TV കണ്ടു കാണും, ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു അയാളുടെ ജോലി ചെയ്യാൻ. ഇത് നാളെ എല്ലായിടത്തും ഉണ്ടാവും. ഇത് അവരെ വണ്ടി അടിച്ച് പൊളിക്കുന്നു. ഈ ആ കാറിന് മൂന്നോളം വണ്ടികളുണ്ടായിരുന്നു. അതിനാരെങ്കിലും തീ വെച്ചിരുന്ന സ്ഥിതി എന്തുമായിരുന്നു? ആരാണ് ഇതിന് ഉത്തരവാദി? CPM എന്ന പാർട്ടി. MV ഗോവിന്ദനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യണം. അതാണ് കേരള പോലീസ് ചെയ്യേണ്ടത്.